ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുഴിമന്തി മേക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, നിങ്ങളെയും ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ സെയിം ആണ്. അപ്പോൾ ഷാൻജിയോൻ്റെ ഇൻസ്പിറേഷൻ എന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിനെ വെള്ളത്തിലിടണം. അരി പറഞ്ഞാൽ സ്റ്റെല്ല ബസ്മതി റൈസ്. സെല്ല. അപ്പോൾ ഓക്കെ, അതാണ് അയാൾ ഇടണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മളതിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറിൻ്റെ അരിയിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴുകി വെള്ളത്തിൽ 1 hour കുതിർത്താൻ വെക്കണം. ആദ്യം കുതിർത്താൻ കുതിരാൻ. പിന്നെ നമ്മൾ തുടങ്ങേണ്ടത് മറ്റേ ചിക്കൻ മാരിനേറ്റ് ആക്കുന്ന പേസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കോളി നിങ്ങൾ. മഞ്ഞ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയതാവും. അപ്പോൾ അതിനെല്ലാം വെച്ചിട്ട് ഗ്രൈൻഡ് ആക്കിയിട്ട് ചിക്കനെ നന്നായിട്ട് മാരിനേറ്റ് ആക്കണം. കയ്യിൽ മാരിനേറ്റ് ആക്കുന്നതിന് ഭയങ്കര ഫീലൊന്നും ആണോത്തില്ല. ഷാൻജിയോ ചേട്ടന് ചെയ്തത് കയ്യിലാണ്, അതുകൊണ്ടാണ് നമ്മൾ മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ആയതിൻ്റെ മുകളിൽ അത് മാരിനേറ്റ് ആക്കാൻ വെച്ചിട്ട് അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടാൻ 2 നീരുള്ളി, പിന്നെ ഒരു ക്യാപ്സിക്കം കൂടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇടണം. ഓക്കെ, ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് മുറിച്ചോളി. അങ്ങനെ അന്നത്തേറ്റ് അതിനെ മിക്സ് ആക്കിയിട്ട് ചിക്കനിലേക്ക് നല്ല മാരിനേറ്റ്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ചിക്കനെ. ഇതിപ്പോൾ ചിക്കന് വെക്കുന്നതിനാട്ടി മുമ്പ് തിരിച്ചെടുത്ത് 1 hour എന്തായാലും വെക്കണം. നമ്മൾ വെച്ചിട്ടുണ്ടായി മാത്രം അത് എഡിറ്റ് കുറച്ചൊരു ഇതായിപ്പോയി. ഓക്കെ, അപ്പോൾ എന്നിട്ട് 1 hour വെച്ചിട്ടായിട്ട് അതിന് ഇതാക്കണം, തീയിൽ വെക്കണം. ഇത് നമ്മൾ ചോറിനെ വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ തപ്പുന്നുള്ളത്. ഇതിലാണ് എല്ലാ മസാല സംഭവങ്ങളും ഉള്ളത്. അതിലേതാണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ 10 ഏലക്ക വേണം. അതിലൊരു ഏലക്കവും കാണുന്നില്ല. കോലിട്ട് നിധി തപ്പുന്ന പോലെ ആയിപ്പോയി. എന്നിട്ട് പിന്നെ വേണ്ടത് 10 പൂമരം. പൂമരം എന്നാ അതിൻ്റെ പേര്? ശരിക്കും പൂമരയാ? അതിലുള്ള എല്ലാ സാധനങ്ങളും മരങ്ങൾ തന്നെ. അപ്പോൾ പൂമര ചെറിയൊരു സംഭവമില്ലേ, പൂ പോലുള്ള, അതന്നെ പൂമരം. തപ്പുകയാണ്, പിന്നെയും തപ്പുകയാണ്. കുറേ ഉണ്ടല്ലോ ഇത്. ഒന്ന് കിട്ടി ഗൈസ്. 2 അല്ല, അതല്ല, എന്തോ കിട്ടി. അതെല്ലാം എല്ലാ ഫ്ലേവറാണ്. അപ്പോൾ ഫുൾ ഫ്ലേവർ. ഇതിൻ്റെ ഒരു റൈസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ ആ ഫ്ലേവറാണ്, എല്ലാ ഫ്ലേവർ. അപ്പോൾ ഫൈനലി നമുക്ക് കുറച്ച് അതെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണം കൂടാ. നമുക്ക് ബിരിയാണി വെള്ളത്തിലേക്ക് ഇടാം. കുറച്ചും കൂടി ഓവറായത് ബിരിയാണി വെള്ളമല്ല, കുഴിമന്തി വെള്ളം. സോറി. അപ്പോൾ ഈ കുഴിമന്തിൻ്റെ റൈസ് ഉണ്ടാക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലേക്കാണ് ഇടേണ്ടത്. അത് ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ നമുക്ക് മറന്നുപോയി. അതിലേക്ക് ഇടേണ്ട സംഭവങ്ങൾ: മാഗി ക്യൂബ് ഇടണം, ഉപ്പിടണം, പിന്നെ കുരുമുളക്, ഫുള്ളായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അതിടണം. അപ്പോൾ നമ്മൾ ചിക്കന് റെഡി ആയിട്ടല്ല, ഹാഫ് റെഡി ആയിട്ടുണ്ട്. പകുതി മറിച്ചിട്ടിട്ടാകുമ്പോൾ ബാക്കി ശരിയാവും. ഭയങ്കര സ്മെല്ലാണ്. ഇങ്ങനെ മൂക്കിന്ന് ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. എൻ്റെ വയറെല്ലാം ഇപ്പോൾ കാളുന്നുണ്ട് സ്മെൽ. അപ്പോൾ ചിക്കൻ ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. ഇല്ല, റെഡി ആയിട്ട് ഹാഫ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു 5 minutes നല്ല ഹൈ ഫ്ലെയിമിലാണ് ഈ ചിക്കൻ്റെ ഒരു സൈഡ് വേവിക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിട്ട് ടെക്നിക്കാലിറ്റി വെച്ചാൽ ഇത് തുറന്ന് വെച്ചാൽ അതവിടെ ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കിപ്പൻ്റെ നല്ലോണം മണമാണ്. തന്നെ ഒരു 2 kilometer ചുറ്റളവിൽ എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവും ഈ ന്യൂസ്. അത് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെയും ഇങ്ങനെ മണം കയറുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുക.
നന്നായിട്ട് എക്സസ് വാട്ടർ എല്ലാം കളയുക. ചിക്കന് പിന്നെയും പീക്കി ടേക്ക് എ ലിറ്റിൽ സ്നിക് പീക്ക് ബട്ട് ലൈക്ക് അപ്പോൾ പിന്നെ അതിനെ കുറച്ചിലേക്ക് ഇടാനായി. അപ്പോൾ ഹാഫ് റൈസിന് മാത്രം ആദ്യം ഇതിലോട്ട് ഇടണം, ഈ അല്ലെന്ത് ചിക്കൻ്റെ മുകളിലോട്ട് ഹാഫ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 5-6 പച്ചമുളക്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതും എല്ലാം കൂടി ഇടണം. അത് വെറുതെ ഇടുന്നതാണ് ഗൈസ്. 5 പച്ചമുളക് വെറും വേസ്റ്റാണ്, വെറും പോഷനാണ് ഇടുന്നത്. സംഭവം ഒരു എരിവും അത് ഡെലിവർ ചെയ്യുന്നില്ല, മാത്രം ഒരു കാണാൻ ലുക്കിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഇങ്ങനെ കളറായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ, മന്തിക്ക് നല്ല കളർ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളും കളറാക്കാൻ വേണ്ടി കുറച്ച് കളർ വെള്ളം ഇട്ടു. അപ്പോൾ മെയിൻ ഇവൻ്റ് എത്തിയിരിക്കുന്നു ടൊമാറ്റോ ചട്നി. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തക്കാളി കൊറിയാണ്ടറും പച്ചമുളകും ആദ്യം ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് 2 ടൊമാറ്റോ, ഉള്ളി, ഉപ്പ്, നാരങ്ങ എല്ലാം കൂടി മിക്സ് ആക്കുക. ലുക്കില്ല, എന്നാലും ലുക്കിലല്ല കാര്യം ഗൈസ്. ലുക്കിന് ഒരിക്കലും നോക്കരുത്. ടേസ്റ്റ് ഇങ്ങനെ വായിൽ വെള്ളം വരും. അപ്പോൾ നമ്മൾ മന്തി ശരിയായിട്ടുണ്ട്. നമ്മളെ മന്തി ഫൈനലി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി അപ്പറ്റൈറ്റ് ഫുൾ അത് എനിക്ക് കേറ്റാനാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ ആക്കാനുള്ള ക്ഷമൊന്നും എനിക്ക് ഇല്ലാതുകൊണ്ട് തന്നിട്ട് കഥ പറയാം. നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഷാൻജിയോക്ക്. അയാൾ കാരണമാണ് നമ്മൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. യെസ്, താങ്ക് യു ഷാൻജിയോ, ആൻഡ് ദെൻ താങ്ക് യു എവ്രി വൺ.